അഫാന്റെ മാതാവ് ഷെമി കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അഫാന്റെ അതിക്രൂര ആക്രമണത്തിലായിരുന്നു ഷെമി ചികിത്സയിലായിരുന്നത്. കഴിഞ്ഞ ദിവസം ഷെമി ആശുപത്രി വിട്ടിരിക്കുകയാണ്. അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷെമി 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ രാത്രിയോടെ ആശുപത്രി വിട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെഞ്ഞാറമൂട് കുറ്റിമൂടുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലേക്കാണ് ഷെമിയെ മാറ്റിയിരിക്കുന്നത്. ബന്ധുവീടുകളിലേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ കുടുംബത്തിനുള്ളത്. അതുകൊണ്ടാണ് ചിലരുടെ സഹായത്തോടെ കെയർ ഹോമിലേക്ക് ഷെമിയെ മാറ്റിയത്. പാങ്ങോട്ടുള്ള ബന്ധുവീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇതേ തുടർന്നാണ് ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാത്ത ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയത്. തന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് ഷെമി ഇപ്പോഴും. കഴിഞ്ഞ ദിവസം അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഒരു സ്വകാര്യ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. അതായത് ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ഷെമി എല്ലാ മരണ വാർത്തയും, അതായത് അഫാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്ന വാർത്ത താൻ തന്നെ ഷെമിയോട്, തന്റെ ഭാര്യയോട് പറഞ്ഞുവെന്ന് അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഷെമിയോട് മരണ വാർത്ത പറഞ്ഞുവെങ്കിലും ഒരു വാഹനാപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അഫാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന രീതിയിലല്ല, മറിച്ച് മറ്റൊരു രീതിയിൽ ഇവരെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് ഷെമിയോട് അറിയിച്ചിരുന്നത്. കാരണം ഷെമിയുടെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചികിത്സയിലായിരുന്നു. പ്രത്യേകിച്ച് അഫ്സാന്റെ മരണവിവരം പറഞ്ഞപ്പോൾ തന്നെ ഷെമിയുടെ ആരോഗ്യനില വഷളായിരുന്നു. മാനസികാരോഗ്യ വിദഗ്ധരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു അഫ്സാന്റെ മരണ വാർത്ത. അതായത് താൻ അത്രയും സ്നേഹിച്ച തൻ്റെ ഇളയ മകൻ്റെ മരണ വാർത്ത ഷെമിയോട് ഈ ഒരു ആരോഗ്യ അവസ്ഥയിൽ ഷെമിയോട് പറഞ്ഞത് എല്ലാവരുടെയും സഹായത്തോടെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അവരുടെ ആരോഗ്യനിലയിൽ വഷളാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ പതുക്കെയാണ് ബാക്കിയുള്ളവരുടെ മരണ വാർത്ത കൂടി ബന്ധുക്കൾ അറിയിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീം പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും അഫാനാണ് കൊലപ്പെടുത്തിയതെന്ന് ഷെമിയോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഷെമിയുടെ പ്രതികരണം ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. തൻ്റെ മകനാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് എന്ന് വിശ്വസിക്കാൻ ആ മാതാവിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നാണ് അബ്ദുൾ റഹീമിന്റെ പ്രതികരണം. തൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഷെമി പറഞ്ഞു. ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ വളരെ ഭേദകരമാണ്. പക്ഷേ ഷെമി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും സംസാരം വ്യക്തമല്ല. താടിയൽ അടക്കം വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരത്തിലൊക്കെ ഒരു അവ്യക്തത ഉണ്ട് എന്നാണ് അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം മാധ്യമത്തോട് പ്രതികരിച്ചത്. എന്തായാലും ആ മാതാവ്, അത് അഫ്സാന്റെ മരണ വാർത്ത, അത് ആ മാതാവിനെ തളർത്തിയതാണ്. ഇളയ മകന്റെ മരണ വാർത്ത. ഇപ്പോൾ അഫാൻ മൂത്ത മകൻ പ്രതിയാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതകയായിരിക്കുന്നു എന്ന ഒരു വിവരം കൂടി അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ ആ മാതാവിന് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. എന്തായാലും കുഞ്ഞുമകന്റെ കാര്യമായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി ഷെമിയെ അറിയിച്ചിട്ടുണ്ട്. കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിങ്ങി കരയുകയായിരുന്നു ഈ മരണ വാർത്ത അറിഞ്ഞ ഷെമി. ഈ ഒരു വളരെ മോശം സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വാർത്തകളൊക്കെ എങ്ങനെ ഷെമി ഉൾക്കൊള്ളും എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ഷെമി ആശുപത്രി വിട്ടിട്ടുണ്ട്. ആരോഗ്യനില ഭേദകരമാണ്. എന്തായാലും ഷെമിയുടെ നാവിൻ തുമ്പത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതായത് ഷെമിക്ക് ഈ ഒരു കേസിൽ നിർണായകമായ മൊഴി നൽകാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പെട്ടെന്നുള്ള ഒരു ഷെമിയാണ് ആദ്യം അഫാൻ ആക്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെട്ട സംഭവം എന്താണ്, അതിന് മുന്നേ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ ഷെമിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഭേദകരമായ ഈ ഒരു സാഹചര്യത്തിൽ ഷെമിയുടെ മൊഴിയെടുക്കാൻ തീർച്ചയായിട്ടും അന്വേഷണ സംഘം നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം നേരത്തെ ഈ കുടുംബത്തിൽ സംഭവിച്ച അതിദാരുണമായ ഈ മരണ വാർത്തകളൊക്കെ ഷെമി അറിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് മൂത്ത മകൻ അഫാനെ തനിക്കൊന്ന് കാണണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആശുപത്രി അധികൃതരോടും തന്നെ കാണാനെത്തുന്ന ഉറ്റവരോടുമൊക്കെ അഫാനെ കാണണമെന്നൊരാവശ്യമാണ് ഈ മാതാവ് നേരത്തെ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇതെല്ലാം ഉൾക്കൊള്ളാനും ഈ പ്രതിസന്ധി തരണം ചെയ്യാനും ആ മാതാവിന് സാധിക്കട്ടെ എന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത്. ഷെമിയെ ആക്രമിച്ചുകൊണ്ടായിരുന്നു ഫെബ്രുവരി 24 ക്രൂരകൃത്യങ്ങൾക്ക് അഫാൻ തുടക്കമിട്ടത്. ചോദിച്ച പണം ഷെമി നൽകാതായതോടെ കഴുത്തിൽ ഷോള് കുരുക്കി ഭിത്തിയിലിടിപ്പിച്ച് ആക്രമിച്ചു. രക്തം വാർന്ന് നിലത്ത് വീണതോടെ മരിച്ചെന്ന് കരുതി അഫാൻ ഒന്നിനു പുറകെ ഒന്നായി 5 പേരെ വകവരുത്തി. സ്വന്തം മാതാവിനെ ആക്രമിച്ച് മാതാവ് കൊല്ലപ്പെട്ടു എന്ന് കരുതി അഫാൻ നേരെ ചെന്നത് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് മുത്തശ്ശിയോട് മാല ചോദിച്ചു. തരില്ല എന്ന മറുപടി ഉടനടി പിതൃമാതാവിനെ കൊലപ്പെടുത്തി. പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫിനെ കൊലപ്പെടുത്തിയ ശേഷം ഇത് കണ്ട് നിലവിളിച്ചോടിയെത്തിയ അദ്ദേഹത്തിന്റെ ഭാര്യയെയും യാതൊരു ദാക്ഷിണ്യമില്ലാതെ അഫാൻ വകവരുത്തി. അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിൽ നിന്നും നേരെ പോയത് ഫർസാനയുടെ അടുത്തേക്ക്. ഫർസാനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വെച്ച്
അതിക്രൂരമായി ഫർസാനെയും കൊലപ്പെടുത്തി. ഒടുവിൽ അഫ്സാനെയും തൻ്റെ സ്വന്തം അനിയനെയും അഫാൻ യാതൊരു ദാക്ഷിണ്യമില്ലാതെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതക വിവരങ്ങളൊക്കെ വളരെ ഞെട്ടൽ ഉളവാക്കുന്നതായിരുന്നു. എന്തായാലും ഇനി ഈ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. സാമ്പത്തിക ബാധ്യതയാണ് ഇവരോടുള്ള പ്രതികാരം, അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിൽ ചെയ്തത് കൊണ്ടാണ് താൻ അവരെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള ഒരു പ്രതികരണം മൊഴിയൊക്കെ പ്രതി നൽകുന്നുണ്ട്. എങ്കിൽ പോലും ഇനി ഷെമിക്ക് എന്താണ് പറയാനുള്ളത് എന്നതും ഈ കേസിൽ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. അതെന്താണ് എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് ശേഷം പ്രതി അഫാൻ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. പിന്നാലെ അന്വേഷിച്ചെത്തിയ പോലീസാണ് ജീവന്റെ തുടിപ്പ് ശേഷിച്ചിരുന്ന ഷെമിയെ ആശുപത്രിയിലേക്ക് മാറ്റി. താൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് ഷെമി ഡോക്ടർമാരോടും മൊഴിയെടുക്കാൻ എത്തിയ പോലീസിനോടും ആവർത്തിച്ചത്. അഫ്സാന്റെ മരണവാർത്ത അറിഞ്ഞ് നിലവിളിച്ച ഷെമിയെ സൈക്യാട്രിക് വിദഗ്ധരടക്കം എത്തി ആശ്വസിപ്പിച്ചിരുന്നു. ഘട്ടം ഘട്ടമായി മറ്റ് വിവരങ്ങളൊക്കെ അറിയിച്ചു. എന്തായാലും കൊലപാതക വിവരങ്ങൾ ഷെമിയെ പൂർണ്ണമായി അറിയിച്ച സ്ഥിതിക്ക് ഇനി വിശദമായി മൊഴിയെടുക്കും. അഫാൻ പറഞ്ഞ സാമ്പത്തിക ഇടപാടുകളിലെ വാസ്തവം എന്താണെന്ന് ഷെമിയോട് ചോദിച്ചറിയാനാണ് തീരുമാനം. ഇത്രയും അധികം സാമ്പത്തിക ബാധ്യത വരാൻ എന്താണ് കാരണം? ഒരു 70 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ പണമിടപാടുകൾ എന്താണ്? ഷെമി ചിട്ടി നടത്തിയിരുന്നു. ആ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ്? മാത്രമല്ല, ഇത്രയും കടത്തിന്റെ കാര്യം എന്തുകൊണ്ട് അബ്ദുൾ റഹീമിനെ അറിയിച്ചില്ല എന്നതും വലിയൊരു ചോദ്യം തന്നെയാണ്. കോവിഡിന് ശേഷമുള്ള 3.5 വർഷം കൊണ്ട് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഷെമിക്കും അഫാനും ഉണ്ടായതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സ്വന്തം നിലയ്ക്ക് വായ്പ വാങ്ങിക്കൂട്ടിയതിന് പുറമെ ബന്ധുക്കളുടെ പക്കൽ നിന്നും പണവും സ്വർണവും വീടിന്റെ ആധാരം വരെ വാങ്ങി പണയം വെച്ചു.